നമ്മൾ പരിചയപ്പെടുന്നത് പൈൽസിനുള്ള അഥവാ മൂലക്കുരുവിനുള്ള ഒരു ഒറ്റമൂലി എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും വഴിയോരങ്ങളിലുമൊക്കെ കാണുന്ന മുക്കുറ്റി ഗ്രാമീണ സംസ്കൃതിയുടെ അടയാളമാണ്. ദശപുഷ്പങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി. കേരളത്തിൽ ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നിലംതെങ്ങ്, ലജ്ജാലു, തീണ്ടാനഴി, ജലപുഷ്പം എന്നിങ്ങനെ തുടങ്ങുന്നു അവയുടെ പേര്. 8 മുതൽ 15 സെൻറ്റിമീറ്ററോളം ഉയരമുള്ള ഇവയ്ക്ക് ഒരു കൊല്ലമാണ് ആയുസുള്ളത്. 5 ഇതളുകളുള്ള പൂക്കൾക്ക് 10 കേസരങ്ങളും 5 അറയുള്ള അണ്ഡാശയവുമാണ് കാണപ്പെടുന്നത്. വിത്തുകൾ മണ്ണിൽ വീണ മഴയുള്ളപ്പോൾ മുളയ്ക്കും. ഉത്തേജന ഗുണമുള്ള ഒരു ഔഷധമാണ് മുക്കുറ്റി. കർക്കിടക മാസത്തിൽ മുക്കുറ്റി ചാന്ത് തൊടുന്നതിന് പിന്നിൽ ഇത്തരത്തിൽ ഒരു രഹസ്യമുണ്ട്. കുറിയരച്ച് തൊടുന്ന ഭാഗം നാഡികൾ സമ്മേളിക്കുന്ന ഇടമായിരിക്കും. ഇവിടെ മുക്കുറ്റി അരച്ചു തൊട്ടാൽ ഈ ഭാഗം ഉത്തേജിക്കപ്പെടുകയും ആരോഗ്യകരമായ കുറേ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മുക്കുറ്റി തലയിൽ ചൂടിയാൽ ഭർത്താവിന് നല്ലത് വരുമെന്നും വീട്ടിൽ സൂക്ഷിച്ചാൽ ദൃഷ്ടിദോഷം മാറുമെന്നുമൊക്കെയാണ് വിശ്വാസങ്ങൾ കേരളത്തിലുള്ളത്. സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ടൊരു സസ്യം കൂടിയാണ് മുക്കുറ്റി. ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാതപിത്ത കഫദോഷങ്ങൾ നീക്കാൻ സഹായിക്കുന്നു. ഇവ ബാലൻസ് ചെയ്താൽ തന്നെ രോഗവിമുക്തി നേടാം എന്നാണ് പറയുന്നത്. ഇതിന് സഹായിക്കുന്ന, ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒന്നാണ് മുക്കുറ്റി. ഇതിനു പുറമെ വിഷചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണിത്. വിഷജീവികളുടെ കടിയേറ്റാൽ ഈ ഭാഗത്ത് ഇത് അരച്ചു പുരട്ടിയാൽ വളരെ നല്ലതാണ്. നല്ല ഒന്നാന്തരം പ്രമേഹ മരുന്നുകൂടിയാണ് ഇത്. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഗുണം നൽകും. ഇത് കടയോടെ പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാം. ഇതിൻ്റെ ഇലകൾ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുന്നതും ഇത് അരച്ചു കഴിക്കുന്നതുമെല്ലാം നല്ലതാണ്. വയറിൻ്റെ ആരോഗ്യത്തിനും ഇതേറെ ഉത്തമമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. ഇത് അരച്ച് മോരിൽ ചേർത്ത് കഴിച്ചാൽ വയറിളക്കത്തിന് വളരെയേറെ ശമനമുണ്ടാകും. ഇനി മൂലക്കുരുവിനുള്ള അല്ലെങ്കിൽ പൈൽസിനുള്ള ഒറ്റമൂലി എങ്ങനെ തയ്യാറാക്കാമെന്ന് പറയാം. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 മുക്കുറ്റിച്ചെടിയാണ്. അവ വൃത്തിയായി കഴുകി അതിൻ്റെ ഇലയും പൂവും കായുമെല്ലാം അടർത്തി ഒരു ജാറിലേക്ക്, മിക്സിയുടെ ഒരു ജാറിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അരകല്ലിലോ അരച്ച് എടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഒരല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കുവാൻ. അതിന് ശേഷം ഒരു സവോള തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവോളയിലേക്ക് ഒരു താറാവ് മുട്ട ഉടച്ചൊഴിക്കുക. അതിലേക്ക് ഒരല്പം മുളക് പൊടിയും ആവശ്യാനുസരണം ഉപ്പും ആഡ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മുക്കുറ്റിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. അതിന് ശേഷം ഒരു പാനിലോ ദോശക്കല്ലിലോ ചെറു ചൂടിൽ ചുട്ടെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇത് കഴിക്കേണ്ടുന്ന വിധം രാവിലെ വെറും വയറ്റിൽ വേണം കഴിക്കുവാൻ. 1 മണിക്കൂറിന് ശേഷം മാത്രമേ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപും ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഇത് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരാഴ്ച തുടരേണ്ടതാണ്. എങ്കിൽ മാത്രമേ നല്ല ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക.